ജനുവരി 20-ന് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് എത്രയും പെട്ടെന്ന് അവസാനമാകുമോ എന്ന ചോദ്യമാണിപ്പോൾ ലോകമെങ്ങും ഉയരുന്നത്. അധികാരത്തിലെത്തിയാൽ അടുത്ത നിമിഷം യുദ്ധത്തിന് അന്ത്യമുണ്ടാകുമെന്നാണ് ട്രംപിന്റെ വാക്ക്. ആ വാക്കിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. അതിനിടയിൽ പാരീസിൽ വെച്ച് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ നേതൃത്വത്തിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തത് ഈ നീക്കത്തിന് ആക്കം കൂട്ടിയിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു അഭ്യൂഹം ഉയർന്നു വന്നിരിക്കുന്നത്. എന്നാൽ ചർച്ച നടന്നെങ്കിലും യുദ്ധം സംബന്ധിച്ചാണോ എന്നതിൽ ഇതുവരെ വ്യക്തത വരാത്തതിനാൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളാണ് ഇപ്പോൾ ലോകമെങ്ങും പ്രചരിക്കുന്നത്. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായും ഉക്രൈനിയൻ നേതാവ് വോളോഡിമിർ സെലൻസ്കിയുമായും പാരീസിൽ കൂടിക്കാഴ്ച നടത്തിയതാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. എന്നാൽ ത്രികക്ഷി ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവന ഒന്നും പുറത്തിറങ്ങിയിട്ടില്ലായെങ്കിലും സംഭാഷണത്തെ നല്ലതും പ്രതീക്ഷയിളവാക്കുന്നതുമാണെന്നായിരുന്നു സെലൻസ്കിയുടെ പ്രതികരണം. 2019 തീപിടുത്തത്തിൽ വ്യാപകമായ കേടുപാടുകൾ സംഭവിച്ച നോട്രഡാം കത്തീഡ്രൽ പുനരാരംഭിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ട്രംപ് ശനിയാഴ്ച പാരീസിലെത്തിയത്. കഴിഞ്ഞ മാസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമലാ ഹാരിസിനെ പരാജയപ്പെടുത്തിയതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനമായിരുന്നു ഇത്. അതേസമയം മാക്രോണുമായി ആദ്യം കൂടിക്കാഴ്ച നടത്താനിരുന്ന സെലൻസ്കി ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് അവിടെ എത്തിയത്. തുടർന്ന് 3 രാഷ്ട്രത്തലവന്മാരും ഏകദേശം 35 മിനിറ്റ് സമയം കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം. 3 പേരും പിന്നീട് മാധ്യമങ്ങളോട് സംസാരിക്കാതെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തതിനു ശേഷം നോട്രഡാമിലേക്ക് പോയെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തന്റെ പ്രചാരണ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അധികാരമേറ്റ് 24 മണിക്കൂറിനുള്ളിൽ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണിന്റെ നേതൃത്വത്തിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് അതീവ പ്രാധാന്യമുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ. റഷ്യ ഉക്രൈൻ യുദ്ധം നല്ല രീതിയിൽ അവസാനിക്കുമെന്ന സെലൻസ്കിയുടെ ആത്മവിശ്വാസം ഇതിന്റെ തെളിവാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു. എന്നാൽ താൻ അധികാരത്തിലെത്തുമ്പോൾ ഉക്രൈൻ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായം വെട്ടിക്കുറയ്ക്കുമെന്നുള്ള ട്രംപിന്റെ അന്നത്തെ പ്രഖ്യാപനവും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട്. പുടിനെ അദ്ദേഹം പിണക്കില്ലെന്നും അതിനാൽ സെലൻസ്കിക്ക് ചില വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുക്കേണ്ടി വരുമെന്നും അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ തങ്ങളുടെ നിലപാടുകൾ എന്തെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഉക്രൈൻ. 1991 അതിർത്തികൾ പുനഃസ്ഥാപിക്കുക, റഷ്യ നഷ്ടപരിഹാരം നൽകുക, യുദ്ധക്കുറ്റങ്ങൾ നടത്തിയവരെ ട്രൈബ്യൂണലിൽ ഹാജരാക്കുക, ഇതൊക്കെയാണ് സെലൻസ്കിയുടെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ റഷ്യ ഉക്രൈന്റെ ഈ നിർദ്ദേശങ്ങളെ വ്യാമോഹമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാൻ ഡൊണക്സ്, ലുഗാൻസ്, കെർസോൺ, സപ്രോഷെ, ക്രീമിയ എന്നിവയുടെ റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. കൂടാതെ ഉക്രൈൻ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും സൈനികവൽക്കരണം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും റഷ്യ അടിവരയിട്ട് പറയുന്നു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ ഇളവ് കാണിക്കാത്തതിനാൽ ഒരു സമാധാന കരാർ സാധ്യമാവുക ദുഷ്കരമാണ്. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് ട്രംപിന്റെ തീരുമാനമായിരിക്കും ഏറെ നിർണായകം. എന്തുതന്നെയായാലും യുദ്ധം ഇനി നീണ്ടുപോകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ലോക നേതാക്കളും വിലയിരുത്തപ്പെടുന്നത്.